8 സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ബീഹാറിൽ ഇടതുമുന്നണി. ഇതിൽ തന്നെ ബേഗൂസരായ്, ബാൻക, മധുബനി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിലാണ് നിതീഷ് കുമാറും തേജസ്വി യാദവും. കാരണം മഹാസഖ്യത്തിൽ RJDയും JDUവും സീറ്റ് ചർച്ച തുടങ്ങിയിട്ടേയുള്ളൂ. ഇടതുമുന്നണിക്ക് 8 സീറ്റിൽ നിൽക്കാനുള്ള ശക്തിയൊന്നും ഇപ്പോൾ ബീഹാറിലില്ല. പക്ഷേ പലയിടത്തും സീറ്റ് കളയാനാകുമെന്നാണ് വിശ്വാസം. 16 സീറ്റുകൾ വീതം പങ്കിട്ടെടുത്ത് 8 സീറ്റുകൾ കോൺഗ്രസിനും ഇടതിനുമായി നൽകാമെന്ന ധാരണയിലായിരുന്നു നിതീഷും തേജസ്വിയും. ആ ശ്രമങ്ങളാണ് 8 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇടതുമുന്നണി പൊളിക്കുന്നത്. ബേഗൂസരായ് കനയ്യകുമാറിന് വേണ്ടി വേണമെന്ന കോൺഗ്രസ് ആവശ്യം നേരത്തെ തേജസ്വി തള്ളിയിരുന്നു. അവിടെയാണ് ഇടതുമുന്നണി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നത്. അസമിലാകട്ടെ 3 സീറ്റിൽ മത്സരിക്കുമെന്ന് ബദറുദ്ദീൻ അജ്മലിന്റെ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വ്യക്തമാക്കി. 11 സീറ്റുകൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും BJPയെ തോൽപ്പിക്കലാണ് ലക്ഷ്യമെന്നും അജ്മൽ പറഞ്ഞു. മുസ്ലിം വോട്ടുകൾ ചിതറിപ്പോകാതെ വിജയം ലക്ഷ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.